സംസാരിക്കുമ്പോൾ ഈ അർജുനുണ്ടല്ലോ ആ കാണ്ടിക പൊക്കാൻ പോലും വയ്യാതെ വലിച്ചോണ്ട് വരും താഴെ. ഞാൻ അതോ മോനാട്ടെ നേരെ ദൃഷ്ടം ചോദിക്കുക, നീ പിന്നെ അനന്തപുരി പറയുന്ന ധാരക ധാരകനാണ് വരുന്നത്. അവിടെയുള്ളൊക്കെ സുഖാനോ, അച്ഛന് സുഖാനോ, അമ്മയ്ക്ക് സുഖാനോ, ചേട്ടന് സുഖാനോ, ഓരോരുത്തരുടെ പേര് സുഖാനോ വെച്ച് കൃഷ്ണന് സുഖാനോ. ഈ അർജുനെ കരയുന്നല്ലാതെ ഒന്നും പറയുന്നില്ല. അവസാനം ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ, നീ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇതിനെ ആരെങ്കിലും അപമാനിച്ചോ? എല്ലാം പറഞ്ഞു. ദൂഷ്യമായ കർമ്മമെല്ലാം ഉണ്ടായി അതല്ലേ ഭയങ്കര. ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് അവസാനം പിന്നെ കൃഷ്ണൻ എന്തെങ്കിലും സംഭവിച്ചോ, എന്താ ഇതിങ്ങനെ, എന്ത് ദുഃഖത്തിന് കാരണം എന്താണ് ചോദിക്കുമ്പോൾ പിന്നെ കണ്ണിനെ വെച്ചിട്ട് കൃഷ്ണൻ്റെ കാര്യം കൊണ്ട് പറയാൻ തുടങ്ങി. ഞാനാ കൃഷ്ണൻ്റെ ബിയാകെ ഓർത്ത് കരച്ചിൽ ഒഴുക്കാൻ പറ്റുന്നില്ല. അതില്ല ശോഭയുടെ ചുറ്റം തന്നെ ഉച്ചരോരോ കഥത്ര ആന്ധ്രപോലെ മുഖമൊക്കെ വാടി കരിഞ്ഞു പോയിരിക്കുന്നു. കൃഷ്ണൻ്റെ പിന്നെ ദുഃഖം സഹിക്കാൻ വയ്യാണ്ട് അവസാനം ഇങ്ങനെ കണ്ണീര് വന്നിട്ട് കണ്ണൊക്കെ നന്നായിട്ട് തുടച്ച് കൃഷ്ണൻ്റെ ആ സത്യവും മൈത്രി സൗഹൃദവും സാരഥ്യവും എല്ലാം ആലോചിച്ചിട്ട് അർജുനോട് പറയാണ്, അർജുൻ പറയാണ്, ഹേ മഹാരാജ, നമ്മളൊക്കെ വഞ്ചിതരായിപ്പെട്ടിരിക്കുന്നു. വഞ്ചിരോഗം മഹാരാജ അരുണ ബന്ധുരൂപന. നമ്മളെ ബന്ധുവാണെന്ന് വിചാരിച്ച് കൃഷ്ണനെ വിചാരിച്ചാൽ അബദ്ധമായിപ്പോയി. നമ്മളെ ബന്ധുവിൻ്റെ രൂപത്തിൽ നമ്മളെ കൃഷ്ണൻ വഞ്ചിക്കായിരുന്നു. അത് ഭഗവാനായിരുന്നു. ആ ഭഗവാൻ അങ്ങനെയാണ് നമ്മളെ ഉപേക്ഷിച്ച് ലോകം വിട്ട് പോയിരിക്കുന്നു. ഏതാണ് വിയോഗം കൊണ്ടാണോ ലോകത്തിന് അപ്പുറം ഉണ്ടാകുന്നത്, ആ ഭഗവാൻ എന്നെ കൊണ്ട് വിട്ടുപോയി. ഇനി എനിക്ക് ഈ ഭൂമി ജീവിക്കേണ്ട ആവശ്യമില്ല. പിന്നെ കൃഷ്ണൻ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ അർജുനൻ ഇങ്ങനെ ഓർത്താണ്. അതൊക്കെ തീരെ സമയമില്ല. ഭയങ്കര താണ്ഡവ സമയത്ത് പിന്നെ വായു എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ഗാണ്ഡവം ജയിച്ചിട്ട് പിന്നെ ദേവലോകത്ത് പോയതും ദേവേന്ദ്രത്തെ ഒപ്പം ഇരുന്നതും എല്ലാം കൃഷ്ണന്റെ സഹായം കൊണ്ടല്ലേ. അങ്ങനെ എനിക്ക് ഗാന്ഡീവം കിട്ടിയത് പിന്നെ ഏതൊരു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണോ എനിക്ക് ആ പാഞ്ചാലി ഭാഗം കഴിക്കാൻ അയച്ചത് അല്ലേ. അവരെ നാട്ടിൽ അരക്കലത്തിലോട്ട് തീയിൽ ഇങ്ങനെ ഇട്ട് കളിക്കുന്ന സമയത്ത് പിന്നെ ആ വിതുരം ഉണ്ടാക്കി കൊടുത്ത ഗുഹയിൽ കൂടി അവർ പുറത്തേക്ക് പോയി കാട്ടിൽ വെള്ളം കുടിച്ച് ഇവർ മരിച്ചു പോയി എന്നാണ് ധരിച്ചത് ഈ കാടവന്മാർ. അങ്ങനെ കാടവന്മാരെ ഇങ്ങനെ പിന്നെ പാഞ്ചാലിയൊക്കെ കൂടെ വെള്ളം കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബ്രാഹ്മണരൊക്കെ കൂടെ പാഞ്ചാലി ക്ഷേത്രമുണ്ട് എന്ന് പറയുന്നത്. എന്നാൽ ബ്രാഹ്മണർക്ക് എന്നാൽ സത്യം കിട്ടും, വലിയ ചെറിയുണ്ട ഇങ്ങനൊക്കെ അവർ പറയാം. അങ്ങനെയല്ല വേറെ കിട്ടുമല്ലോ പറഞ്ഞ് ഇവർ ബ്രാഹ്മണ വേഷത്തിലാണ് കാട്ടിക്കൂടെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് സംഭവത്തോടെ ശരി നമുക്കും പോകാമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് പാഞ്ചാലിയുടെ ആ സ്വയംവര കണ്ടത്തിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ രാജാക്കന്മാരെല്ലാം വേഗം പറയണേ, രാജാക്കന്മാരെല്ലാം ഈ പഞ്ചം വെച്ച് നോക്കുമ്പോൾ കറങ്ങുന്ന മത്സ്യത്തിനെ പക്ഷിയെ കഴുത്ത് മുറിക്കണം വെള്ളത്തിൽ നോക്കുന്നുണ്ട്. അപ്പോൾ ആർക്കും പറ്റുന്നേയില്ല. അപ്പോൾ രാജാക്കന്മാരെല്ലാം തോറ്റുപോയി. അപ്പോൾ കൃഷ്ണൻ അവിടെ നിൽക്കണ്ടേ. കൃഷ്ണൻ പാട്ടവും കൂടെ ആദ്യമായിട്ട് കാണുന്ന രംഗം അപ്പോഴല്ല, അതിനുമ്പ് കണ്ടിട്ടേ ഇല്ല. അപ്പൊ കൃഷ്ണനെ മനസ്സിലായി അങ്ങനെ സാധിക്കുമെന്ന് വെച്ചാല് ബ്രാഹ്മണർ വല്ലതും ഉണ്ടെങ്കിൽ ബ്രാഹ്മണർക്കും പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രാഹ്മണർ ഇവിടെ ആരൊക്കെ ബ്രാഹ്മണർ കമ്പ ചെയ്ത് പഠിച്ചവര്, എന്നാലും ആരെങ്കിലും കാണും. ആരെങ്കിലും പറഞ്ഞു കൃഷ്ണൻ ഇങ്ങനെ അർജുനെ ഒന്ന് നോക്കി. അപ്പോൾ അർജുനൻ കൃഷ്ണനെ കേട്ടിട്ടേ ഉള്ളൂ, നല്ല വരികയില്ല. എന്നാലും മനസ്സിലായി കൃഷ്ണൻ സാധാരണക്കാരനാ, അവൻ്റെ പോകാനൊക്കെ അറിയാം. എന്നിട്ടൊന്ന് നോക്കി, ബ്രാഹ്മണ ഒന്ന് പരീക്ഷിക്കൂ കൃഷ്ണൻ പറയാനാണ്. കൃഷ്ണൻ വേഗം എന്നിട്ട് അർജുനൻ വന്നു, ഇങ്ങോട്ട് എടുത്തു കുറച്ച് വിട്ടു, കുറച്ച് താഴെ വീണു. അപ്പോഴത്തേക്ക് സന്തോഷം എല്ലാവർക്കും. വേഗം മാല അർജുൻ്റെ കഴിച്ചു വിട്ടു. പക്ഷെ എല്ലാവർക്കും സംശയിച്ചു ശരിക്കും ബ്രാഹ്മണനാണോ. ദ്രോണന്റെ പിന്നെ ഈ ദ്രുപദരാജാവ് ഒരു സത്യം ചെയ്തിട്ടുണ്ടായിരുന്നു, ദ്രോണനെ കൊല്ലാനൊരു പുത്രനും അർജുൻ്റെ കല്യാണം വെച്ചുകൊണ്ട് ഒരു മകളും ഉണ്ടാവുമെന്ന്. അർജുൻ്റെ എങ്ങനെ അറിയും, ഒരു കുടിക്ക് രാവണനല്ലേ, രാവണ പുത്രനൊക്കെ കഴിവുണ്ട്. എന്തായാലും കല്യാണം കഴിച്ചു. രാവണൻ്റെ കൂടെ പാഞ്ചാലി പോവുകയും ചെയ്തു. രാജാവ് ഇഷ്ടത്തിനെ വിട്ട് പിന്നാലെ ആരാന്നറിയാൻ വേണ്ടി അത് നോക്കുമ്പോൾ അമ്മ ഇനി നമുക്ക് പുതിയ വസ്തു അപേക്ഷ കിട്ടിയെന്ന് എന്നാൽ കാലം കൊടുത്തോളം പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇതെന്താ വെളിവ് നോക്കുമ്പോൾ ഒരു പെണ്ണ ഇതിനിങ്ങനെ അഞ്ചാറ് കുന്തിയിലേക്ക് ഒരു നാക്കെന്ത് പറഞ്ഞാൽ അത് സത്യമായി തീരുന്ന ഉടനെ കൃഷ്ണ വന്നു അവിടെ. പിന്നെ അപ്പോഴാ കൃഷ്ണൻ്റെ ആവിർഭാവം അവിടെ മുതല കാര്യത്തിൽ. അപ്പോൾ കൃഷ്ണൻ വന്നു. ഇനിയിപ്പോൾ എന്താണ്